കോവിഡ് രോഗബാധ ഇതേവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന കണക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. 111 പേർക്കാണ് അന്ന് രോഗബാധയുണ്ടായത്. ഇന്നത്തെ സ്ഥിതി 83 പേർക്കാണ്. അതേസമയം ഇന്ന് 62 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഒരു മരണമുണ്ടായി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശി PK മുഹമ്മദാണ് മരണമടഞ്ഞത്. അദ്ദേഹത്തിന് ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരുന്നു. ഇന്നലെയാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുന്നു. ഇന്ന് രോഗം ബാധിച്ചവരിൽ 27 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 37 പേർ. സമ്പർക്കം 14 പേർ. 5 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. തൃശ്ശൂരിൽ സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരിൽ 4 പേര് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളാണ്. 4 പേര് വെയർഹൗസിൽ ഹെഡ് ലോഡിംഗ് തൊഴിലാളികളുമാണ്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന രോഗബാധ സ്ഥിരീകരിച്ചവർ മഹാരാഷ്ട്ര 20, ഡൽഹി 7, തമിഴ്നാട്, കർണാടക 4 വീതം, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ് 1 വീതം. നെഗറ്റീവായവർ ജില്ല തിരിച്ച് തിരുവനന്തപുരം 16, കൊല്ലം 2, എറണാകുളം 6, തൃശ്ശൂർ 7, പാലക്കാട് 13, മലപ്പുറം 2, കോഴിക്കോട് 3, കണ്ണൂർ 8, കാസർഗോഡ് 5. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തൃശ്ശൂർ 25, പാലക്കാട് 13, മലപ്പുറം 10, കാസർഗോഡ് 10, കൊല്ലം 8, കണ്ണൂർ 7, പത്തനംതിട്ട 5, എറണാകുളം 2, കോട്ടയം 2, കോഴിക്കോട് 1. ഇന്ന് 5044 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 2244 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 1258 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 2,18,949 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 1922 പേരാണ് ആശുപത്രികളിൽ. ഇന്ന് മാത്രം 231 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 1,03,757 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 2,873 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 27,118 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 25,757 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 133. ഇന്ന് പാലക്കാട് 2 ഹോട്ട്സ്പോട്ടുകൾ കൂടി വന്നിട്ടുണ്ട്. 35 ഹോട്ട്സ്പോട്ടുകൾ ഒഴിവായി.
ഈ വൈറസ് വിദഗ്ധന്മാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പെട്ടെന്നൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല എന്നാണ്. രോഗവ്യാപനത്തിൻ്റെ തീവ്രത എപ്പോൾ കുറയുമെന്നും പറയാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടവർ 2,19,492 പേര് എത്തിയിട്ടുണ്ട്. അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നത് 17.71%, 38,871 പേർ. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെ എടുത്താൽ 82.29%. അത് 1,80,621. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരിൽ 63.63% റെഡ് സോണുകളിൽ നിന്ന് വരുന്നവരാണ്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് ഓരോ കാര്യവും റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനമുണ്ടാക്കും. ഫ്രണ്ട് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലേക്കും ആളുകൾക്ക് പോകാവുന്നതാണ്. ഇത് സംബന്ധിച്ച ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. വിദഗ്ധ സമിതി നിർദ്ദേശപ്രകാരം ക്വാറന്റൈൻ്റെ മാർഗരേഖ പുതുക്കുകയാണ്. വിദേശത്തു നിന്നും വരുന്നവരിൽ വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമുള്ളവരിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം സത്യവാങ്മൂലം എഴുതി വാങ്ങി ആവശ്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകും. തുടർന്ന് വീടുകളിലേക്ക് പോകാൻ അനുവദിക്കും. സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ പോകാം. ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനം, പോലീസ്, കോവിഡ് കെയർ സെൻറ്റർ നോഡൽ ഓഫീസർ, ജില്ലാ കലക്ടർ ഇവർക്കെല്ലാം ഇത് സംബന്ധിച്ച വിവരം കൈമാറും. നിശ്ചിത സമയത്തിനുള്ളിൽ യാത്രക്കാരൻ വീട്ടിലെത്തിച്ചേർന്നുവെന്ന് പോലീസ് ഉറപ്പാക്കും. വീട്ടിൽ സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല തദ്ദേശഭരണ സ്ഥാപനത്തിനാണ്. ന്യൂനതകളുണ്ടെങ്കിൽ സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും. സുരക്ഷിതമായ ക്വാറന്റൈൻ ഉറപ്പാക്കാൻ വീട്ടിലുള്ളവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നടത്തും. കുട്ടികൾ, പ്രായമായവർ ഇവരെല്ലാം ഉണ്ടെങ്കിൽ പ്രത്യേകമായി തന്നെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകും. നിരീക്ഷണത്തിലുള്ള വ്യക്തി ക്വാറന്റൈൻ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ നിയമപ്രകാരം പോലീസ് നടപടി സ്വീകരിക്കും. വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ പോകാവുന്നതാണ്. വീടുകളിൽ സൗകര്യമില്ലാത്ത ആളുകൾക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സർക്കാർ നൽകുക. പെയ്ഡ് ക്വാറന്റൈൻ ഇത് ആവശ്യപ്പെടുന്നവർക്ക് ഒരുക്കുന്ന ഹോട്ടൽ സംവിധാനമാണ്. പ്രത്യേകമായി ആവശ്യപ്പെട്ടാൽ ആ സൗകര്യം ഒരുക്കിക്കൊടുക്കും. ഈ രണ്ട് കേന്ദ്രങ്ങളിലും ആവശ്യമായ സൗകര്യങ്ങളും
നിരീക്ഷണങ്ങളും കർശനമായ നിരീക്ഷണവും ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനം, റവന്യൂ അധികൃതർ, പോലീസ് ഇവരെല്ലാം ഉറപ്പുവരുത്തും. വിമാനം വഴിയും ട്രെയിൻ വഴിയും റോഡ് മാർഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നതിന് പുതിയ മാർഗരേഖയുണ്ട്. സംസ്ഥാനത്ത് എത്തുന്നതിന് മുൻപായി കോവിഡ് ജാഗ്രതാ പോർട്ടലിലൂടെ ഹോം ക്വാറന്റൈൻ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണം. സ്വന്തം വീടോ അനുയോജ്യമായ മറ്റൊരു വീടോ ഇതിനായി തിരഞ്ഞെടുക്കാം. സത്യവാങ്മൂലം സംബന്ധിച്ച് ജില്ലാ കോവിഡ് കൺട്രോൾ റൂം വിശദമായ അന്വേഷണം നടത്തി സുരക്ഷിത ക്വാറന്റൈൻ ഉറപ്പാക്കും. അല്ലാത്ത പക്ഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനോ പെയ്ഡ് ക്വാറന്റൈനോ അതിനാവശ്യമായ സൗകര്യമൊരുക്കും. സംസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് അനുമതി നൽകുന്ന വിവരം ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനം, പോലീസ്, കോവിഡ് കെയർ സെൻ്റർ നോഡൽ ഓഫീസർ, ജില്ലാ കലക്ടർ ഇവരെയെല്ലാം അറിയിച്ചിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോൺ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓരോ ദിവസവും രാത്രി 12 മണിക്ക് മുൻപായി കണ്ടെയ്ൻമെൻറ്റ് സോൺ വിജ്ഞാപനം ചെയ്യും. പഞ്ചായത്ത് തലത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ വാർഡ് തലത്തിലായിരിക്കും. കോർപ്പറേഷൻ തലത്തിൽ സബ് വാർഡ് തലത്തിലായിരിക്കും പ്രഖ്യാപിക്കുക. ചന്ത, തുറമുഖം, കോളനി, സ്ട്രീറ്റ്, താമസ പ്രദേശം തുടങ്ങിയ പ്രാദേശിക സാഹചര്യമനുസരിച്ച് കണ്ടെയ്ൻമെൻറ്റ് സോൺ തീരുമാനിക്കാം. ഒരു വാർഡിൽ ഒരു വ്യക്തി ലോക്കൽ കോണ്ടാക്റ്റ് വഴി കോവിഡ് പോസിറ്റീവ് ആയാൽ, അതേപോലെ തന്നെ വീടുകളിൽ ക്വാറന്റൈനിലുള്ള 2 വ്യക്തികൾ പോസിറ്റീവായാൽ ഒരു വാർഡിൽ 10-ൽ കൂടുതൽ പ്രൈമറി കോണ്ടാക്റ്റിലുള്ളവർ നിരീക്ഷണത്തിലായാൽ ഒരു വാർഡിൽ 25-ൽ കൂടുതൽ പേർ സെക്കൻഡറി കോണ്ടാക്റ്റിലൂടെ നിരീക്ഷണത്തിലായാൽ കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത ഒരു സബ് വാർഡിലോ ചന്ത, ഹാർബർ, ഷോപ്പിംഗ് മാൾ, സ്ട്രീറ്റ്, താമസ പ്രദേശം ഇവയിലോ കണ്ടെത്തിയാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രത്യേക പ്രദേശം കണ്ടെയ്ൻമെൻറ്റ് സോണാകുന്നത്. 7 ദിവസത്തേക്കാണ് പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞ് ഇത് നീട്ടണോ എന്നുള്ളത് ജില്ലാ കലക്ടറുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനിക്കുക. വാർഡുകളിലെ 50% കൂടുതൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുള്ള തദ്ദേശഭരണ സ്ഥാപനം റെഡ് കളർ കോഡഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആകും. അതെപ്പോഴാണോ 50% താഴെയാകുന്നത് അപ്പോഴത് ഒഴിവാക്കുകയും ചെയ്യും. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും
എത്തി വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ ആ വീടും വീടിന് ചുറ്റുമുള്ള നിശ്ചിത ചുറ്റളവിലുള്ള വീടുകളും ചേർത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കും. ദീർഘദൂര ട്രെയിനുകൾ ഇപ്പോൾ ഓടുന്നുണ്ടല്ലോ. ആ ട്രെയിനുകളിൽ വരുന്നവർ വന്നിറങ്ങി ഒരു സ്റ്റേഷനിൽ അങ്ങനെ കുറച്ച് നേരം തങ്ങുക, എന്നിട്ട് മറ്റൊരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക. അങ്ങനെ ഈ പരിശോധകരുടെ കണ്ണു വെട്ടിക്കുന്നൊരു സംവിധാനം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് വന്നിറങ്ങിയ ആളുകളെ ഇത്തരത്തിൽ പോലീസ് കണ്ടെത്തി. അവർ ദീർഘദൂര ട്രെയിനിൽ വന്നവരാണ്. പക്ഷെ അതല്ലാത്ത മട്ടിൽ മറ്റൊരു ട്രെയിനിൽ എറണാകുളത്ത് ഇറങ്ങി എറണാകുളത്ത് നിന്ന് വേറൊരു ട്രെയിനിൽ കയറി കൊല്ലത്ത് വന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇത് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നടപടികൾ സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അവർ തോൽപ്പിക്കുന്നത് പരിശോധനാ സംവിധാനത്തെയല്ല, സ്വന്തം സഹോദരങ്ങളെ തന്നെയാണ്. അതിലാർക്കെങ്കിലും രോഗബാധയുണ്ടെങ്കിൽ സമൂഹത്തിന് അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പം അത്തരത്തിലുള്ള നടപടികൾ ഒരു തരത്തിലും സ്വീകരിക്കരുത് എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ടായത്, പത്തനംതിട്ട ജില്ലയിൽ ഹൃദ്രോഗ ആശുപത്രിയിലെത്തിയ വനിത ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് എന്ന കാര്യം അവർ മറച്ചു വെച്ചു. ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം അവർ മരണമടഞ്ഞു. അതിനുശേഷമാണ് യാത്രയുടെയും മറ്റും വിവരം ആശുപത്രി അധികൃതർ അറിയുന്നത്. അതോടെ ആശുപത്രി ഒന്നടങ്കം പ്രതിസന്ധിയിലാവുകയാണ്. 2 ദിവസം എടുത്തു ഇവർ കോവിഡ് നെഗറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ആശ്വാസമായത്. ഉന്നത വിദ്യാഭ്യാസമുള്ള കുടുംബമായിട്ടും ഇത്തരത്തിൽ മറച്ചുവെക്കാനുള്ളൊരു പ്രവണത കാണിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ കരുതലിൻ്റെ ഭാഗമാണ് ഈ വിവരങ്ങളെല്ലാം അറിയുക എന്നുള്ളത്. അതനുസരിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പറ്റും. ഇവിടെ ചിലർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നമ്പർ പോലും സേവ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ എത്തിച്ചേരുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതിലും ആവശ്യമെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാനും നിരീക്ഷിക്കാനുമൊക്കെയുള്ള ജാഗ്രത പ്രാദേശിക തലത്തിൽ കൈവിടാൻ പാടില്ല. അതാണ് ഈ രോഗവ്യാപനം തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്നത് നാം മറന്നു പോകരുത്. ഇപ്പം നമ്മുടെ അതിഥി തൊഴിലാളികളിൽ 2.5 ലക്ഷം പേര് ഇതുവരെ പോയിട്ടുണ്ട്. ആസാമിലേക്കുള്ള കുറച്ച് ആളുകളാണ്
ഇനി പോകാൻ താല്പര്യമെടുക്കുന്നത്. മറ്റുള്ളവർ, ഇവിടെയുള്ളവർ കൂടുതൽ പേരും പെട്ടെന്ന് പോകാൻ താല്പര്യമുള്ളവരല്ല. എന്നാൽ അതേസമയം കുറച്ചാളുകൾ തിരിച്ച് കേരളത്തിലേക്ക് വരാൻ തുടങ്ങുന്നുമുണ്ട്. അങ്ങനെ വരുന്നവരെ ഉടനെ ജോലിയിൽ പ്രവേശിപ്പിക്കാനാവില്ല. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ക്വാറന്റൈൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ തൊഴിലിന് പോകാൻ അനുവദിക്കാനാവൂ. കോവിഡ് വിവിധ മേഖലകളെ ബാധിച്ചല്ലോ. കഴിഞ്ഞ ദിവസം IT മേഖലയെക്കുറിച്ചൊരു ചർച്ച നടന്നിരുന്നു. ഇത് IT മേഖലയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിലായി ഉദ്ദേശം 4500 കോടി രൂപയുടെ വരുമാന നഷ്ടം കണക്കാക്കുന്നുണ്ട്. 26,000-ലധികം നേരിട്ടുള്ള തൊഴിൽ, 80,000-ഓളം പരോക്ഷ തൊഴിൽ നഷ്ടപ്പെടാനിടയുണ്ടെന്നാണ് ആസൂത്രണ വിഭാഗം കണക്കാക്കിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ കയറ്റുമതിയെ കൂടുതൽ ആശ്രയിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ പലതും വലിയ പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ IT വ്യവസായത്തെ രക്ഷിക്കാൻ പുതിയ ലോക സാഹചര്യത്തിനൊത്ത് നീങ്ങേണ്ടതുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കാൻ ആകാവുന്ന എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു. പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഗുണമേന്മയുള്ള ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ കെ-ഫോൺ പദ്ധതി IT മേഖലയിൽ തുടങ്ങാനുള്ള കേരളത്തിൻ്റെ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായുള്ളതാണ്. ഈ പദ്ധതി 2020 ഡിസംബറിൽ പൂർത്തിയാവുകയാണ്. ഇത്തരമൊരു പദ്ധതി ഇത്ര വിപുലമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണുള്ളത്. സംരംഭങ്ങളെ തകർച്ചയിൽ നിന്ന് കരകയറ്റൽ പ്രധാനമാണ്. അതോടൊപ്പം തൊഴിൽ സുരക്ഷ കൂടി നോക്കേണ്ടതായുണ്ട്. തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കിയേ പറ്റൂ. എന്നാൽ അതേസമയം കമ്പനികൾക്ക് അധിക ഭാരം ഉണ്ടാകാനും പാടില്ല. ഇതനുസരിച്ച് ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. IT കമ്പനികൾ പ്രവർത്തിക്കുന്നതും ആകെ തറവിസ്തൃതി 25,000 ചതുരശ്ര അടിയുള്ളതുമായ എല്ലാ കെട്ടിടങ്ങളുടെയും 10,000 ചതുരശ്ര അടി വരെയുള്ള ഭാഗത്തിന് 3 മാസത്തേക്ക് വാടക ഇളവ് നൽകും. 2020-21 വർഷത്തിൽ ഏത് 3 മാസം വേണമെങ്കിലും കമ്പനിക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം. വാടകയിലെ വാർഷിക വർധന ഒഴിവാക്കുന്നത് പരിഗണിക്കും. ഇതിൽ തീരുമാനമെടുത്താൽ 2021-22 വർഷത്തെ വാടക നിരക്കിൽ വർധനയുണ്ടാകില്ല. സർക്കാരിന് വേണ്ടി ചെയ്ത IT പ്രോജക്റ്റുകളിൽ പണം കിട്ടാനുണ്ടെങ്കിൽ
അവ പരിശോധിച്ച് ഉടനെ അനുവദിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. പ്രവർത്തന മൂലധനമില്ലാതെ വിഷമിക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. അവർക്ക് കൂടുതൽ വായ്പ ലഭ്യമാക്കുന്നതിന് ബാങ്കുകളുമായി ചർച്ച ചെയ്യും. സംസ്ഥാന IT പാർക്കുകളിലെ 88% കമ്പനികളും MSME രജിസ്ട്രേഷനുള്ളവയാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ അവർക്ക് നിലവിലുള്ള വായ്പയുടെ 20% കൂടി ഈടില്ലാതെ ലഭിക്കും. പലിശ നിരക്ക് നിലവിലുള്ളത് തന്നെയായിരിക്കും. ഇതിൻ്റെ ആനുകൂല്യം പരമാവധി ലഭിക്കുന്നതിന് ബാങ്കുകളുമായി സർക്കാർ ചർച്ച നടത്തും. സർക്കാർ വകുപ്പുകൾക്കാവശ്യമായ IT അധിഷ്ഠിത സേവനങ്ങളിൽ കേരളത്തിലെ IT കമ്പനികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനുള്ള നിർദ്ദേശത്തിന്മേൽ നയരേഖ പരിശോധിച്ച് തീരുമാനമെടുക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിൽ പിന്തുണ ലഭ്യമാക്കുമ്പോൾ IT കമ്പനികൾ സഹകരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അത് പ്രധാനമായും തൊഴിലാളികളുടെ ജോലി സുരക്ഷ സംബന്ധിച്ചാണ്. ലോക്ക്ഡൗൺ ഇളവുകളനുസരിച്ച് ജീവനക്കാർ മടങ്ങിയെത്തുമ്പോൾ സർക്കാർ നിർദ്ദേശിച്ച എല്ലാ കോവിഡ് നിബന്ധനകളും ജീവനക്കാർ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലൊക്കെ മുഴുവൻ ജീവനക്കാരും എത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. അതിൽ പരമാവധി പേരെ വർക്ക് ഫ്രം ഹോം രീതിയിൽ തുടരാൻ IT കമ്പനികൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടേറെ പേർ വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ആ പ്രവർത്തനത്തിന് സൗകര്യമുള്ളപ്പോൾ തന്നെ ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവനക്കാരുമുണ്ട്. ഇപ്പോൾ നെറ്റ് കണക്ഷൻ തകരാറാവുക, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ വരിക, വൈദ്യുതി നിലക്കുക, ഇതൊക്കെ വന്നാൽ സ്വയം പരിഹരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇതൊരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. ജീവനക്കാരുടെയും കമ്പനിയുടെയും ഉൽപ്പാദനക്ഷമതയെ ഇത് ബാധിക്കുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരമായി IT കമ്പനികളുമായി ചേർന്ന് വർക്ക് ഫ്രം ഹോം അല്ലാതെ വർക്ക് നിയർ ഹോം യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് സർക്കാർ സന്നദ്ധമാകും. നിലവിലുള്ള ജീവനക്കാരുടെ പ്രവർത്തന നൈപുണ്യം മതിയാകാതെ വരികയാണെങ്കിൽ അത്തരം ജീവനക്കാരെ ഒരു വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറ്റുക, അവരുടെ വിവരങ്ങൾ സംസ്ഥാന IT വകുപ്പ് നിർദ്ദേശിക്കുന്ന നോഡൽ ഓഫീസർക്ക് ലഭ്യമാക്കുക. ഇങ്ങനെ വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറുന്നവർക്ക് സർക്കാർ നടത്തുന്ന നൈപുണ്യ വികസന പരിശീലനങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകണം. ഉചിതമായ ശേഷി ആർജിക്കുന്ന മുറക്ക് അവരെ പുതിയ പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തണം. വർക്ക് ഷെയറിംഗ് ബെഞ്ചിലുള്ളവരുടെ സേവനം മറ്റ് കമ്പനികൾക്കോ സർക്കാർ വകുപ്പുകൾക്കോ ഉപയോഗിക്കാൻ അനുമതി നൽകണം. അത്തരം പ്രവർത്തികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം
ഈ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് വിനിയോഗിക്കുന്നതിന് പരിഗണിക്കണം. വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറ്റപ്പെടുന്ന ജീവനക്കാരെ മുഴുവൻ പുതിയ പ്രോജക്റ്റുകളിൽ നിയമിച്ച ശേഷമേ പുറത്തുനിന്ന് ആളുകൾ എടുക്കാവൂ എന്ന നിർദ്ദേശം കൂടി സർക്കാർ മുന്നോട്ട് വെച്ചു. കോവിഡ് പ്രതിരോധത്തിലൂടെ കേരളത്തിൽ ലഭിച്ച ലോകശ്രദ്ധ IT ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് സഹായകമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഏത് മേഖലയിലായാലും കോവിഡിന് ശേഷം കേരളത്തിന് പുതിയ അവസരങ്ങൾ കൈവരും. സാങ്കേതിക വിദ്യ അടിസ്ഥാനമായുള്ള വ്യവസായങ്ങൾക്കാണ് ഇനി വലിയ സാധ്യതയുള്ളത്. എല്ലാ പുതിയ വ്യവസായങ്ങൾക്കും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുറന്തോട് ആവശ്യമായി വരുമെന്നത് ഈ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കും. ആരോഗ്യപരിപാലനം, വിദ്യാഭ്യാസം, IT, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലാണ് കേരളത്തിന് വലിയ സാധ്യതകളുള്ളതായി വ്യവസായികളും ഈ രംഗത്തെ വിദഗ്ധരും കാണുന്നത്. ഇത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേരളം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. CII, FICCI മുതലായ വ്യവസായ സംഘടനകളുമായി നേരത്തെ തന്നെ സർക്കാർ ചർച്ച നടത്തിയിരുന്നു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വിദേശ കമ്പനികളുടെയും വ്യവസായ സംഘടനകളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് അവസരമുണ്ടാകണം. അതേപോലെ തന്നെ വിദേശത്തുള്ളവരെ ഇങ്ങോട്ട് ആകർഷിക്കാനും കഴിയണം. ഈ ലക്ഷ്യം മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ രംഗം പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ അംബാസഡർമാരായി മാറാൻ IT മേഖലയിലെ പ്രമുഖർ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ കോൺഫറൻസിൽ അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. കേന്ദ്ര വനാവകാശ നിയമപ്രകാരം പട്ടികവർഗക്കാർക്ക് നൽകാനായി വിവിധ സ്ഥലങ്ങളിൽ നടപടിക്രമം പൂർത്തീകരിച്ച 510 പേർക്കുള്ള ഭൂമി എത്രയും വേഗം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 4361 പട്ടികവർഗക്കാർക്ക് 3588.52 ഏക്കർ ഭൂമിയാണ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൽകിയത്. സുപ്രീം കോടതി വിധിപ്രകാരം ലഭിച്ച നിക്ഷിപ്ത വനഭൂമിയിൽ 1804.75 ഏക്കർ ഭൂമി 2568 പേർക്ക് വിതരണം ചെയ്തു. 478 പേർക്ക് 174.77 ഏക്കർ ഭൂമി ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം വാങ്ങി നൽകിയിട്ടുണ്ട്. കേന്ദ്ര വനാവകാശ നിയമപ്രകാരം 1315 പേർക്ക് 1600 ഏക്കർ ഭൂമിക്കുള്ള ROR നൽകി. അവശേഷിക്കുന്ന
10,944 പേരിൽ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് പ്രകാരം 5,111 പേർക്ക് ഭൂമി നൽകും. നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ 2 മാസത്തിനകം വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 310 പേർക്ക് ഭൂമി നൽകാനുള്ള നടപടി ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം ഇത് വിതരണം ചെയ്യാനാകും. സുപ്രീം കോടതി വിധിപ്രകാരം ലഭിച്ച നിക്ഷിപ്ത വനഭൂമിയിൽ വാസയോഗ്യമായ ഭൂമി അടിയന്തരമായി വിതരണം ചെയ്യും. വാസയോഗ്യമല്ലാത്ത 8,145 ഏക്കർ ഭൂമിക്ക് പകരം ഭൂമി കണ്ടെത്തി നൽകാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. ഓൺലൈൻ ക്ലാസുകൾ വീട്ടിൽ ലഭിക്കാത്ത കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് നിയോജകമണ്ഡല ആസ്തി വികസന ഫണ്ടും MLAമാരുടെ പ്രത്യേക വികസന നിധിയും വിനിയോഗിക്കുന്നതിന് അനുമതി നൽകി. പൊതുവായനശാലകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ, അംഗൻവാടികൾ, മറ്റ് പൊതു ഇടങ്ങൾ ഇവിടങ്ങളിൽ ഓൺലൈൻ TV സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഇത്തരം ഫണ്ട് വിനിയോഗിക്കാനാണ് അനുമതി നൽകിയത്. കുട്ടികൾക്കായി ലാപ്ടോപ്പുകൾ വാങ്ങുന്നതിന് കുടുംബശ്രീ, KSFE എന്നിവ ഒരുമിച്ച് പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, ഫിഷറീസ് വകുപ്പ് ഇവയെല്ലാം വഴി ലാപ്ടോപ്പുകൾ നൽകുന്നതിനായുള്ള സ്കീമുകൾക്കും സബ്സിഡി ആവശ്യമെങ്കിൽ പ്രത്യേക വികസന നിധി വിനിയോഗിക്കാം. ഓൺലൈൻ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് TV, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ മുതലായവ ലഭ്യമാക്കാനായി ഈ വിദ്യാരംഭം എന്ന പദ്ധതിക്ക് പോലീസ് രൂപം നൽകിയിട്ടുണ്ട്. ഓൺലൈൻ പഠനോപകരണങ്ങൾ ട്രൈബൽ മേഖലയിലെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനാണ് പോലീസ് പ്രഥമ പരിഗണന നൽകുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി പൊടിയകാല, കല്ലമ്പാറ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനികളിലെ കുട്ടികൾക്ക് TVയും ഡിജിറ്റൽ പഠനോപകരണങ്ങളും നൽകി. കോവിഡ് പാക്കേജിൽ പ്രഖ്യാപിച്ച കുടുംബശ്രീ വഴിയുള്ള വായ്പാ പദ്ധതിയായ CM സഹായ ഹസ്തത്തിൽ 24,80,000 സ്ത്രീകളുടെ 1,869,60,00,000 രൂപയുടെ വായ്പാ അപേക്ഷ ബാങ്കുകളിലെത്തിച്ചു. അതിൽ 1,060 കോടി രൂപ ബാങ്കുകൾ അനുവദിച്ചു. മാസ്ക് ധരിക്കാത്ത 2,648 സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ക്വാറന്റൈൻ ലംഘിച്ച 9 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത 7,02,00,000 രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അറിയിച്ചു. കേരളത്തിലെ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾ, പ്രമുഖ മനഃശാസ്ത്രജ്ഞർ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ
എന്നിവരുടെ സംഘടനയായ സൈക്കോളജി സർക്കിൾ 140 PPE കിറ്റുകൾ കൈമാറി. ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത പഞ്ചായത്തിലെ 23 വിദ്യാർത്ഥികൾക്ക് ടിവിയും DTH കണക്ഷനും നൽകി. ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് 50 ലക്ഷം രൂപ നേരത്തെ കൈമാറിയിരുന്നു. ഓൺലൈൻ പഠന സൗകര്യം ലഭ്യമല്ലാത്ത കുട്ടികൾക്കായി സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ 140 ഫോണുകൾ കൈമാറുമെന്ന് അറിയിച്ചു. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി 86 ലക്ഷം രൂപ, കോറിയൻ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി 47,25,000 രൂപ, കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ 25,50,000 രൂപ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 15 ലക്ഷം രൂപ, കണ്ണൂർ ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വിജസിയൻസ് 11,55,555 രൂപ, കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രം ചവറ 10 ലക്ഷം രൂപ, വെള്ളറട ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, ആലപ്പുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 6,33,866, കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം, മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം 5 ലക്ഷം, മുക്കം സെൽവ ബ്രിക്സ് ആൻഡ് മെറ്റൽസ് ഉടമ അബ്ദുൾ റസാഖ് PK 5 ലക്ഷം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് വഴുതക്കാട് നരേന്ദ്രൻ്റെ മകൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രൻ 4 ലക്ഷം രൂപ, സംസ്ഥാന ശിശുക്ഷേമ സമിതി 3 ലക്ഷം രൂപ, കിഴൂരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ 2,58,810 രൂപ, കെൽട്രോൺ എംപ്ലോയീസ് സഹകരണ സംഘം 2,25,507 രൂപ, വെങ്ങാനൂർ കോഓപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി 2 ലക്ഷം രൂപ, KSKTU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി 2 ലക്ഷം രൂപ, കേരള ബോട്ടിൽഡ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ 1 ലക്ഷം രൂപ. ഇത്രയാണ് ഇന്ന് വിവരങ്ങൾ കൈമാറാനുള്ളത്. CM വീടുകളിൽ ക്വാറന്റൈൻ സൗകര്യം ഇല്ലാത്തവർക്ക് മാത്രമാണ് സർക്കാർ ക്വാറന്റൈൻ ഒരുക്കുന്നത് പറയുന്നത്. പക്ഷേ വീടുകളിൽ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ പലരെയും ഇന്ന് വീടുകളിലേക്ക് തന്നെ പോകണം അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ അന്വേഷിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ പരാതികൾ വരുന്നുണ്ട്. മറ്റൊരു സംഭവം ഇതിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 പേർ തൂങ്ങി മരിക്കാൻ, 2 കോവിഡ് വാർഡിലുള്ളവരാണ്, കോവിഡ് രോഗികളുമായിരുന്നു. ഒരാൾ നെഗറ്റീവ് ആയതാണെങ്കിൽ പോലും അവിടെ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന പരാതിയും അതിന് തെളിവ് ലഭിച്ചു. ഇത്ര സംഭവം ഇതിൽ നമ്മുടെ കേരളത്തിൽ ഹോം ക്വാറന്റൈൻ വളരെ വിജയകരമായി നാം നടപ്പാക്കിയതാണ്. നേരത്തെ 1.25 ലക്ഷം ആളുകൾ നമ്മുടെ ഹോം ക്വാറന്റൈനിലായിരുന്നു നേരത്തെയുള്ള ഘട്ടത്തിൽ. ആ ഘട്ടം നമ്മൾ വിജയകരമായി കടന്നതാണ്. അത് രാജ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണത്. അപ്പോൾ ഇക്കാര്യത്തിൽ വീട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ ആ പരിശോധനയ്ക്ക് ശേഷമാണ് സൗകര്യം ഉള്ളിടത്ത് നിങ്ങൾ പോകണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ കഴിയണം. അതാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഹോം ക്വാറന്റൈൻ സൗകര്യം അനുവദിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് രോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അങ്ങനെയാണ് വലിയ പ്രായമുള്ളവരടക്കം രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. ആ രക്ഷപ്പെട്ടവർ ആരോഗ്യ പ്രവർത്തകരെ എത്ര കണ്ടാണ് അനുമോദിച്ചത് എന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, വിദേശികളായിട്ടുള്ളവർ പോലും ആ സ്നേഹസ്പർശം അനുഭവിച്ചവരാണ്. അപ്പോൾ അവർ ഈ ദിവസങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഇത്തരം ആളുകൾ സ്വാഭാവികമായും ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്നു. ആശുപത്രിയിലും ക്വാറന്റൈനിൽ കഴിയുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന അവസ്ഥ വരുന്നുണ്ട്. രോഗികളുടെ കൂട്ടത്തിൽ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകാൻ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. നിർഭാഗ്യകരമായ 2 സംഭവമാണ് ഉണ്ടായത്. അതിൽ ഒരാൾ പൂർണ്ണ
നെഗറ്റീവായിരുന്നു. നെഗറ്റീവായി പുറത്തു പോകാമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുകയും ചെയ്യുക. അത് അറിയാത്ത ഒരു കേസല്ല, പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് അദ്ദേഹം ഇങ്ങനെ മരണമടയുന്ന സ്ഥിതിയുണ്ടായത്. അത് നിർഭാഗ്യകരമായ ഒരു കാര്യമായി. തുടർന്ന് മറ്റൊരാൾ ഈ തരത്തിൽ ഉണ്ടായി. ഇത് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ സംഭവത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നാം ചെയ്യേണ്ടതുണ്ട്? ഈ കൗൺസിലിംഗ് കുറേ കൂടി ശക്തിപ്പെടുത്തേണ്ടതായിട്ട് വരും. ചില പ്രത്യേക നിലപാടുകൾ ചിലരുടെ ഭാഗത്തുണ്ടാവും. അത്തരം ആളുകളെ പ്രത്യേകമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുന്ന സംവിധാനം ഒരുക്കേണ്ടതായി വരും. ഇതാണ് നാം അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ICMR പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ പേർ കോവിഡ് ബാധിതരാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. സംസ്ഥാനത്ത് ആദ്യം കോവിഡ് കേസുകൾ കുറഞ്ഞു നിന്നപ്പോൾ സംസ്ഥാനം ഏറെ ജാഗ്രത പുലർത്തി. ഇപ്പോൾ കോവിഡ് കേസുകൾ കൂടുകയാണ്. സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിമർശനങ്ങൾ ധാരാളം ഇപ്പോൾ വരുന്നു. സമരരംഗത്തേക്ക് യുവജന സംഘടനകൾ വരുന്നു. മെഡിക്കൽ കോളേജിൽ നഴ്സുമാർ സമരം ചെയ്യുന്നു. അപ്പൊ പ്രതിരോധം എവിടെയെങ്കിലും പാളിയതായി മുഖ്യമന്ത്രിയുടെ കയ്യിൽ അങ്ങനെ കരുതുന്നുണ്ടോ? ഇതിന് രണ്ട് വശമുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രതിരോധ നടപടികളിലോ അല്ലെങ്കിൽ സമൂഹം പൊതുവെ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികളിലോ വലിയ കുറവുകളുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സമ്പർക്ക വ്യാപനം വർദ്ധിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ സമ്പർക്ക വ്യാപനം വലിയ തോതിൽ വരേണ്ടതായിരുന്നു. അത് കാണിക്കുന്നത് നമ്മുടെ ജാഗ്രത നല്ല തോതിൽ വിജയിക്കുന്നുവെന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ വശവുമുണ്ട്. അത് സർക്കാരിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു അവസ്ഥ നമ്മൾ നേരിടുന്നുവെന്ന് മനസ്സിലാക്കാത്ത നില ചിലർ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജാഗ്രത കുറവ് ചിലരിലുണ്ടാകുന്നുണ്ട്. ഈ ജാഗ്രത അങ്ങനെ തുടരേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടോയെന്നറിയില്ല. ഇത് വലിയ ആപത്താണ്. നമുക്ക് അവരെയും കൂടി ബോധ്യപ്പെടുത്താനാവണം. അവരെയും കൂടി പൊതുധാരയുടെ ഭാഗമാക്കാനാവണം. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷ ഈ പൊതുവായ സമ്പർക്ക വിലക്കിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിനാണ് നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന മാസ്ക് ധരിക്കലായാലും നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചുള്ള ബ്രേക്ക് ദ ചെയിൻ സോപ്പ് ഇട്ട് കഴുകലായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി. ശാരീരിക അകലം പാലിക്കൽ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ വിദഗ്ധരെല്ലാം പറയുന്നത് ഈ രോഗം പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നല്ല. നമ്മുടെ കൂടെ തന്നെ ഈ വൈറസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പുതിയ ശീലങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടേ നമ്മൾ ശീലിച്ച ചില ശീലങ്ങളുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് ചിലത് ഇവിടെ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പുതിയ ശീലങ്ങളിലേക്ക് നമുക്ക് മാറേണ്ടി വരും. മാറണം. എങ്കിൽ മാത്രമേ ഈ ആരോഗ്യകരമായൊരു സമൂഹത്തെ നമുക്ക് നിലനിർത്താനാവും. ഇപ്പോൾ കൈവിട്ടു പോയിട്ടില്ല. എന്നാൽ നല്ല ജാഗ്രതയോടെ തന്നെ അതിന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസികൾക്ക് വേണ്ടി 2.5 ലക്ഷത്തോളം ബെഡ് നമ്മൾ കണ്ടെത്തിയതായും 1,63,000 ബെഡ് സജ്ജീകരിച്ചതായി CM തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ബെഡുകൾ എവിടെയെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഈ തീരുമാനത്തിൽ നിന്ന് ഹോം ക്വാറന്റൈൻ മതി എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഒരു പിന്മാറ്റം? ഒന്നുമല്ല, ഇത് ആദ്യഘട്ടം മുതലേ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടാണ്. നമ്മൾ ക്വാറന്റൈൻ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഹോം ക്വാറന്റൈനാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ആ ഹോം ക്വാറന്റൈൻ വിജയകരമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ്റിനും ബോധ്യമുള്ള കാര്യമാണ്. അതാണ് ഇന്ത്യ ഗവൺമെൻറ് മുന്നിലും നമ്മൾ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് പകുതി എന്ന ഒരു നിലയിലേക്ക് എത്തിയത്. ഇപ്പോൾ അത് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇത് വിജയകരമായി നടപ്പാക്കിയൊരു കാര്യം. അത് വിജയിച്ച മാതൃകയാണ്. അതിന് മാത്രമുള്ള ബോധ നിലവാരം നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ഹോം ക്വാറന്റൈൻ എന്നത് ഇപ്പോൾ നമ്മൾ റൂം ക്വാറന്റൈനിലേക്ക് മാറുകയാണ്. അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും. അത്രമാത്രം ശേഷി നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. ആ ജാഗ്രത കാത്തു സൂക്ഷിക്കാനാവും. അത് വിജയിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴും ആ വിജയം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി CM വാർത്താ സമ്മേളനം നടത്താറുണ്ട്, കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴാണ് CM വാർത്താ സമ്മേളനം നടത്തുന്നത്. അത് സംബന്ധിച്ചുള്ള ചില വാർത്തകളൊക്കെ CM വായിച്ചിട്ടുണ്ടാവും.
അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ ഈ ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്താതിരുന്നതിന്, അതോ ഇനി വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അല്ല, വാർത്താ സമ്മേളനങ്ങൾ ആവശ്യമുള്ളപ്പോഴൊക്കെ നടത്താറാണല്ലോ പതിവ്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങളെ പണ്ട് കാണുന്നില്ല എന്ന് പറയുന്ന കാലത്തും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ നിങ്ങളെ കാണും എന്നുള്ളത്. അതിനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഇപ്പം പല കാര്യങ്ങളും ഇതിനിടയ്ക്കുണ്ടായി. അതുകൊണ്ട് വാർത്താ സമ്മേളനം കുറച്ച് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങളെ അങ്ങനെ ഒഴിവാക്കി പോകാൻ പറ്റും. CMA ഈ നമുക്ക് ഈ നേരത്തെ പ്രവാസികളുടെ പെയ്ഡ് ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവരെ ഒഴിവാക്കുമെന്നൊരു CM പലതവണ പറഞ്ഞു. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ, വീട്ടിൽ സൗകര്യങ്ങളില്ലാത്തവരെയും പെട്ടെന്ന് പോകാനായിട്ട് നിർബന്ധിക്കുന്ന സാഹചര്യം പല പ്രവാസികൾക്കും ഉണ്ടാകുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കോവിഡുമായി ബന്ധപ്പെട്ടല്ല, അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NOC നൽകിയിട്ടുണ്ട്. അതിനെതിരെ ഭരണമുന്നണിയിൽ തന്നെ ചില പ്രതികരണങ്ങളുണ്ട്. ഈ കാര്യത്തിൽ അതിരപ്പള്ളി പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണോ സർക്കാരിന്റെ നിലപാട്? എന്താണ് തീരുമാനം? പെയ്ഡ് ക്വാറന്റൈൻ്റെ കാര്യത്തിൽ നേരത്തെ ഇപ്പോൾ വ്യക്തത നല്ലതുപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെയും ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണത്. പെയ്ഡ് ക്വാറന്റൈൻ എന്നത് സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഒരാൾ വീട്ടിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അവിടെ ഇപ്പം ഞാൻ പോയി താമസിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു ഹോട്ടൽ വേണം എന്ന് പറഞ്ഞാൽ ആ ഹോട്ടൽ ഒരുക്കി കൊടുക്കും. അതാണ് പെയ്ഡ് ക്വാറന്റൈൻ. അവിടെ ക്വാറന്റൈൻ കഴിയണം, 14 ദിവസം അവിടെ കഴിയണം, അദ്ദേഹം തന്നെ അതിൻ്റെ ചിലവൊക്കെ വഹിക്കണം. ഇതിന് മാത്രമേ ഇപ്പോൾ പെയ്ഡ് ക്വാറന്റൈൻ ഉള്ളൂ. എല്ലാത്തതൊക്കെ സാധാരണ നിലക്ക് വീട്ടിൽ കഴിയാൻ പറ്റാത്തവർ, അവർ അതിൻ്റെ പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈൻ സൗകര്യത്തിൽ കഴിയുക. ഇതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മറ്റേ ഇതിൻ്റെ അതിരപ്പള്ളിയെ പറ്റി പറഞ്ഞത്, അതിരപ്പള്ളി എന്നത് നേരത്തെ തന്നെ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചൊരു പരിപാടിയാണ്. പക്ഷേ വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പോഴവിടെ നിൽക്കട്ടെ, നടപ്പാക്കേണ്ടതില്ല എന്ന ഒരു നിലപാടെടുത്തതാണ്. അത് അവിടെ തന്നെയാണ് ഇപ്പോഴും സർക്കാർ നിൽക്കുന്നത്. പക്ഷേ NOC പോകാനുള്ള തീരുമാനം CM അത് അനുവാദം കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് CPI പറയുന്നത് അവർ അറിഞ്ഞിട്ടില്ലെന്നല്ല പറയുന്നത്. ആരും അറിയേണ്ട കാര്യമില്ല, ബന്ധപ്പെട്ട വകുപ്പ് അറിയേണ്ടതേ ഉള്ളൂ. ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. അതിനെപ്പറ്റി വേറെ പ്രശ്നങ്ങളില്ല. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്ക് സൗകര്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടെസ്റ്റിന് തന്നെ 3000-ൽ പരം രൂപ വരുന്നതാണ്. ആശുപത്രി ഫീസും അതുപോലെ തന്നെ. അപ്പോൾ ഇതിനൊരു ഏകീകൃത രൂപം അല്ലെങ്കിൽ ഇത്ര ഫീസ് ഈടാക്കാവൂ എന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ സർക്കാർ, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിക്കുമോ? ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോവിഡ് രോഗത്തിൻ്റെ ഭാഗമായി ആരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന നില വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ സർക്കാർ കാണുന്നത് ഏതെങ്കിലും പ്രത്യേക ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോകേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കൂടി ലഭ്യമാകണമെന്നാണ്. അത് സ്വകാര്യ ആശുപത്രികളുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. അവരതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സക്കുള്ള സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങളായി മാറും. അതോടൊപ്പം തന്നെ നമുക്ക് ഫീസ് ഏകീകരിക്കുന്ന കാര്യവും തീരുമാനിക്കാവുന്നതാണ്. ഞാൻ ആദ്യത്തതിന് പറയാം, രണ്ടാമത്തെ വീണ്ടും ചോദിച്ചാൽ പറയാം. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഈ ഹോം ക്വാറന്റൈൻ്റെ കാര്യമാണ്. ഹോം ക്വാറന്റൈൻ എന്നത് ഹോം ക്വാറന്റൈനിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അത് പറയുമ്പോൾ ഉദ്ദേശിച്ചത്, ഒരാളിപ്പോൾ വന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നു, നേരെ വീട്ടിൽ പോയി, വീട്ടിലാണ് താമസിക്കുന്നത്. രണ്ടാമത്തെ ദിവസം അദ്ദേഹം പോസിറ്റീവായി. ഉടനെ ആ വാർഡ് നാം ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വീട് നിൽക്കുന്ന ആ ചുറ്റുപാടുള്ള സ്ഥലം മാത്രമേ യഥാർത്ഥത്തിൽ കണ്ടെയ്ൻമെൻ്റ് ആയിട്ട് വേണ്ടതുള്ളൂ, ആ ക്ലസ്റ്റർ. അങ്ങനെയാണ് ആ ഭാഗം കാണുന്നത്. ഇപ്പോൾ ആ വാർഡ് ആകെ വേണ്ടതില്ല. കാരണം ഇപ്പോൾ എല്ലാ ഭാഗവും തുറന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്നിട്ട് പിന്നെയും വ്യാപിക്കുന്നുണ്ടെങ്കിലാണ് കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടത്. നാം ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്.
അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രത അവർ സ്വീകരിക്കുന്നു തന്നെയാണ് കാണുന്നത്. ആ ജാഗ്രത ഇല്ലാത്തതിൻ്റെ ഭാഗമായി സമ്പർക്കത്തിൻ്റെ ഭാഗമായുള്ള രോഗവ്യാപനം കൂടുന്നുവെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. പ്രൈവറ്റ് ഇപ്പോൾ ഒരാൾ ഒരു രോഗത്തിന് സ്ഥിരമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഒരു പ്രത്യേക രോഗമാണ്. അദ്ദേഹത്തിൻ്റെ രോഗം അറിയാവുന്ന ഡോക്ടർമാർ, അദ്ദേഹത്തിന് അറിയാവുന്ന ആശുപത്രി സ്ഥിരമായിട്ട് അവിടെയാണ്, ഒരു പ്രത്യേക ആശുപത്രിയാണ്. അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചാലും അദ്ദേഹത്തിന് താല്പര്യം എന്താ? ആ ആശുപത്രിയിൽ പോകാനായിരിക്കും. അത്തരം ആളുകൾക്ക് ആ ആശുപത്രിയിൽ പോകാൻ ഇതിൻ്റെ ഭാഗമായിട്ട് സൗകര്യം ലഭിക്കും. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ നാം കാണേണ്ടത്, ഇപ്പം നാം നിയന്ത്രണ വിധേയമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗം വ്യാപിക്കുകയാണെങ്കിൽ കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ അതുകൂടിയാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ മെച്ചം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അവർ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അവർ കൂടി ചേർന്നാൽ മാത്രമേ കേരളത്തിൻ്റെ പൂർണ്ണ ആരോഗ്യ മേഖലയാവൂ. അപ്പോൾ അവിടെയും ഈ സൗകര്യങ്ങൾ വേണം. അപ്പോൾ നേരത്തെ തന്നെ ഈ ആശുപത്രികൾ ഏതൊക്കെ എന്ന് കണ്ടെത്തുകയാണ്. ആ ആശുപത്രികൾ ഇന്നതൊക്കെയായിരിക്കും. കോവിഡ് സെൻ്ററുകളായിട്ട് അത് മാറുകയാണ്. അതിലേക്ക് ഇപ്പോൾ ആളുകൾ പോക്ക് തുടങ്ങിയിട്ടില്ല, എന്നാൽ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ചികിത്സ ലഭ്യമാകുന്ന അവസ്ഥ പ്രൈവറ്റ് ആശുപത്രികളിൽ കൂടി ഉണ്ടാകും. ഇതാണ് കാണുന്നത്. ഒരു നേരത്തെ പറഞ്ഞ ആതിരപ്പള്ളിയുടെ കാര്യം തന്നെയാണ്. അതായത് നമ്മളൊരു ഒരുപാട് വിവാദപരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു. അത് വീണ്ടും അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വെക്കുമ്പം LDF യോഗത്തിലോ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പരാതിയായിട്ട് CPI നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത്. ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇത് സാധാരണ നിലക്ക് മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ ആതിരപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ്, അല്ലാതെ പദ്ധതിയായിട്ട് ആരംഭിക്കുകയല്ല. പദ്ധതി തുടങ്ങണമെങ്കിൽ ബന്ധപ്പെട്ട് എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ആരംഭിക്കൂ എന്ന് ആ വകുപ്പിൻ്റെ മന്ത്രി തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ തീരേണ്ടതാണ് ആ കാര്യം. മറ്റതിനപ്പുറം ഇപ്പോൾ ഒരു ഉദ്ദേശവും അതിനില്ല. ആന്റിബോഡി ടെസ്റ്റുകൾ നമ്മളിപ്പോൾ 3-4 ദിവസമായി തുടങ്ങിയിട്ട് അതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല, ഒരു ഇൻഡിക്കേറ്റഡ് ടെസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ ആയിട്ടുണ്ടോ? ഒരു 3-4 ദിവസം നമ്മൾ 10,000-ഓളം ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ആന്റിബോഡി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടെസ്റ്റുകളുടെ മൊത്തം ഫലമെടുത്താൽ നമുക്ക് വലിയ ആശങ്കക്കുള്ള അടിസ്ഥാനമൊന്നുമില്ല. അതാണ് മൊത്തത്തിലുള്ള കാര്യം. സിമി ആരാധനാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നുണ്ട്. തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തു എന്നാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരും പറയുന്നത്. ഈ ശബരിമലയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭക്തരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് സർക്കാർ തന്നെ തീരുമാനമെടുത്തു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ നീക്കത്തെ കാണുന്നത്? എന്ത് പറയാനാ ഞാൻ? എന്നെങ്ങനെ പറയാതിരിക്കും? ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. ഈ കേന്ദ്രമന്ത്രി ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ നേരത്തെ നടത്തിയ പ്രസ്താവനകൾ നിങ്ങൾ ഓർത്താൽ മതി എന്തായിരുന്നു. ഈ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രസ്താവനകൾ ഓർത്താൽ മതി. അന്ന് ഞാനതിന് മറുപടി പറയാൻ പോയില്ല. നിങ്ങളാരും ചോദിച്ചില്ല, ഞാൻ മറുപടിയും പറഞ്ഞില്ല. അത് എന്തുകൊണ്ട് ആരാധനാലയം തുറക്കുന്നില്ല എന്നായിരുന്നു. ഇവിടെ മദ്യഷാപ്പ് തുറക്കാം, അവിടെ കൊറോണ വരില്ല, ആരാധനാലയത്തിലേക്ക് കൊറോണ വരൂ എന്നാണോ ഗവൺമെൻറ് കാണുന്നത് എന്നും ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ എന്തിനെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് പൊതുവായ എന്ത് മാനദണ്ഡം സ്വീകരിക്കുന്നു എന്നതിനെയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മെയ് 30 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ അവർ പറഞ്ഞു, ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് വിൽ ബി അലൗഡ് വിത്ത് എഫക്റ്റ് ഫ്രം 8th June 2020. അതിൽ ആദ്യമായിട്ട് തന്നെ പറഞ്ഞു, ഒന്നാമത്തായിട്ട് പറഞ്ഞു റിലീജിയസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഫോർ പബ്ലിക്. ഇത് ആദ്യത്തെ ഭാഗത്തായിട്ട് തന്നെ പറഞ്ഞു 8ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ജൂൺ 4 ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കി. അതിനകത്ത് അത് മുഴുവനും വായിക്കാൻ പറ്റില്ല കേട്ടോ, ഒരുപാടുണ്ട്. അതിപ്പോൾ വായിച്ചാൽ ഒരുപാട് സമയം എടുക്കും. അതിൽ എത്ര ദൂരം പാലിക്കണം, എത്ര ദൂരം പാലിച്ച് നിൽക്കണം,
Individuals must maintain a minimum distance of 6 feet in public places as far as feasible. Face covers, masks to be mandatory. ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയൊരു 7 എണ്ണം ആദ്യം പറഞ്ഞു. പിന്നെ അതിനുശേഷം ഓൾ റിലീജിയസ് പ്ലേസസ് ഷാൽ ആൾസോ എൻഷുർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 26 കാര്യങ്ങൾ. ആ 26ൻ്റെ അവസാനം വന്നപ്പോൾ 5 എണ്ണം പിന്നെ അതിൻ്റെ ഉപവകുപ്പുകളായിട്ടും പറയുകയാണ്. ഇത്രയും വിശദമായ ഒരു ഉത്തരവാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. അതിൻ്റെ ഭാഗമായി ഇവിടെ തുറന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ നിങ്ങൾ തന്നെ ഓർക്കി, ഒന്ന് മനസ്സിൽ കണ്ടു നോക്ക്, ഒന്ന് സങ്കല്പിച്ച് നോക്ക്. സംസ്ഥാന ഗവൺമെൻറ് ഈ കേരളത്തിൻ്റെ സാഹചര്യമൊക്കെ പരിഗണിച്ച് കേന്ദ്രം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇവരെല്ലാം അതാണ് പ്രതീക്ഷിച്ചതാണ് തോന്നുന്നത്. അതിനുവേണ്ടി കാത്തത് എന്തായിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരുന്നു പറയുക? ഈ പറഞ്ഞവർ തന്നെ നേരെ പ്ലേറ്റ് തിരിച്ചു വെക്കുമായിരുന്നില്ലേ? ഭക്തരുടെ വികാരം ഉൾക്കൊള്ളാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളതെന്നല്ലേ പറയുക. ഞങ്ങളിതിൽ സ്വീകരിച്ച നില എന്താ? തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വിശ്വാസി സമൂഹവുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കുകയാണ് ചെയ്തത്. അത് നേരത്തെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരുമായി ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാവരുമായും ചർച്ച ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തുള്ള ഹിന്ദു വിഭാഗങ്ങളെ, മുസ്ലിം വിഭാഗങ്ങളെ, ക്രൈസ്തവ വിഭാഗങ്ങളെ, അതിൻ്റെ എല്ലാം പ്രധാനികളെ തന്നെ വിളിച്ച് ചർച്ച ചെയ്തു. അവർ പൊതുവെ തീരുമാനിച്ചത് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറക്കാമെന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായം കൂടി വന്നപ്പോൾ സർക്കാർ അതിനെതിരെ നിന്നില്ല എന്ന് മാത്രം. അങ്ങനെയാണ് തുറക്കുന്ന നില സർക്കാർ സ്വീകരിച്ചത്. അതിൽ സർക്കാരിന് പ്രത്യേക പിടിവാശിയില്ല. എന്നാൽ തുറക്കേണ്ടതില്ല ഇപ്പോൾ എന്ന് തീരുമാനിച്ചവർ ഏറ്റവും നല്ല തീരുമാനമാണ് എടുത്തത്. അതിന് ഞങ്ങൾക്ക് യാതൊരു അപ്രിയവും ഇല്ല. ഇന്നത്തെ കാലത്ത് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനമാണത്. അവരെ ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ അനുമോദിക്കുക തന്നെ ചെയ്യുക. നമ്മുടെ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു ആരാധനാലയം തുറന്ന് അവിടെ ആളുകൾ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ കരുതലോടെ തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചവരെ എല്ലാം അനുമോദിക്കുകയാണ്. അതിലൊരു വിഷമവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ സർക്കാർ ചെയ്തത് ഇതാണ്, അത് മനസ്സിലാക്കണമെന്ന് മാത്രം. പക്ഷേ ഇപ്പോഴത്തെ ഈ എതിർപ്പിന് പഴയ ശബരിമല സമരത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ള വിമർശനവുമുണ്ട്. ഞാനതിലേക്കൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചില തരത്തിലുള്ള പ്രത്യേക ഏകോപനങ്ങൾ നമ്മുടെ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ആ ഏകോപനം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. സിഎം, ഈ രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിലും ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള ഉദ്ദേശമുണ്ടോ? ഒന്നാമത്. 2, ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ള പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ലകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക ഒരു ഇന്റർവെൻഷൻ പ്രോഗ്രാം എന്തെങ്കിലും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ? 2 കാര്യങ്ങളിലുമുണ്ട്. അതായത് രോഗലക്ഷണങ്ങളില്ലാത്തവരെ അടക്കം പരിശോധിക്കുന്ന സംവിധാനം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ളവരെ അധികം കണ്ടെത്തിയിട്ടില്ല. വളരെ അപൂർവം ചില കേസുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ രോഗവ്യാപനം ശക്തമായ സ്ഥലങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ തന്നെ ഇടപെടാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയം കഴിഞ്ഞു പോയി. മതി, ഇനി ഇന്ന് മതി.